ഒട്ടും പ്രതീക്ഷിക്കാതെ സുഭദ്രയുടെ പൊടുന്നനെയുള്ള ആ ചോദ്യം കേട്ട് ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ സുഭദ്രയെ അവൾ നോക്കി. സുഭദ്രയുടെ കണ്ണുകളിലേക്ക് അവളുടെ ഒരു നോട്ടം ചെന്ന് പതിച്ചപ്പോൾ നന്ദിതയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. മനസ്സിൽ അലയടിച്ചിരുന്ന വിഷമത്തിൻ്റെ, സങ്കടത്തിൻ്റെ, അമർഷത്തിൻ്റെ ബാഷ്പത്തുള്ളികൾ സുഭദ്രയുടെ ആ കണ്ണുകളിൽ തിരതല്ലുന്നത് കാണാമായിരുന്നു. സുഭദ്രയുടെ ഉള്ളം മനസ്സിലാക്കി അവൾ ചെമ്പകത്തറയിൽ നിന്നും പതിയെ ഊർന്നിറങ്ങി സുഭദ്രയ്ക്ക് അഭിമുഖമായിട്ട് വന്നു നിന്നു. അവളുടെ തോളിൽ പതിയെ നന്ദിത കൈകൾ ചേർത്തു. സുഭദ്രേച്ചിക്ക് ഞാനിപ്പോൾ ഒരു സ്വാർത്ഥയായിട്ട് തോന്നുന്നുണ്ടോ? അതോ ഇവിടെ എല്ലാവരും ഇന്ദുവേടത്തെ കുറ്റപ്പെടുത്തുമ്പോഴും ഞാൻ അനുകൂലമായിട്ട് സംസാരിച്ചത് കൊണ്ടാണോ ഇപ്പോഴിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? ഹേയ്, ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. നന്ദിത കൊച്ചിൻ്റെ സംസാരത്തിൽ ഇന്ദു അത്രയ്ക്ക് പ്രിയപ്പെട്ടവളായിട്ട് തോന്നി. എന്നിട്ടും എന്നെ എന്തിനാണിപ്പോൾ തിരിച്ചു കൊണ്ടുവരുന്നത്? തൻ്റെ പ്രിയപ്പെട്ടവളുടെ ജീവിതത്തിന് വിലങ്ങുതടിയായിട്ട് നിന്ന ഒരാളായിട്ടല്ലേ എന്നെക്കുറിച്ച് കണക്കാക്കുകയുള്ളൂ. അതെല്ലാം മനസ്സിൽ സൂക്ഷിച്ച് പുറമേക്ക് എന്നെ കൊണ്ടുവരാൻ മുമ്പ് നിന്നതാനും. അതാ എൻ്റെ മനസ്സിൽ അങ്ങനൊരു ചോദ്യം ഉണ്ടായത്. മനസ്സിൽ തേങ്ങിയ നൊമ്പരപ്പൊട്ടുകൾ കണ്ണിനെ ഈർന്നണിയിച്ചപ്പോൾ എത്ര മറയ്ക്കാൻ ശ്രമിച്ചിട്ടും അത് തൻ്റെ കവളുകളിൽ അടർന്നു വീണൊഴുകാൻ തുടങ്ങവേ നന്ദിത് തൻ്റെ കൈത്തലം കൊണ്ട് അതിനെ മായ്ച്ചു കളഞ്ഞു. സങ്കടം കലർന്നൊരു പുഞ്ചിരി മുഖത്ത് വരുത്തി സുഭദ്രയോട് അവൾ പറഞ്ഞു, സുഭദ്രേച്ചിയെ വിഷമിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. പറയുമ്പോഴെല്ലാം പറയണമല്ലോ. ചേച്ചിക്ക് വേണമെങ്കിൽ എന്നെ ഒരു സ്വാർത്ഥയായി തന്നെ കാണും. അതിൽ ചെറിയൊരു സത്യമില്ലാതെ ഇല്ല. ഒരു കാര്യം ചേച്ചിക്ക് അറിയോ? എൻ്റെ അമ്മയുൾപ്പെടെ അവർ 3 പേരാണ് കൂടപ്പിറപ്പുകളായിട്ടുള്ളത്. എൻ്റെ അമ്മയ്ക്കും വസുന്ധരാമയ്ക്കും ഇടയ്ക്ക് തുളസി പേരമ്മയും കൂടെ ഉണ്ട്. വസുന്ധരാമയുടെ കല്യാണം കഴിയുമ്പോൾ വസുന്ധരാമയ്ക്ക് എന്തോ 16 വയസ്സോ മറ്റോ ഉള്ളൂ. എൻ്റെ അമ്മയ്ക്ക് 8, തുളസി പേരമ്മയ്ക്ക് 13 വയസ്സ്. ജാനുമ്മയെ കാണാതെ വസുന്ധരാമയ്ക്ക് ഒരു നിമിഷം ജീവിക്കാൻ പറ്റൂല. കൊഞ്ചിച്ച് ലാളിച്ച് വളർത്തിയതാണ്. എൻ്റെ അമ്മയെ സ്വന്തം മോളായി തന്നെ കരുതിയാണ് അനുജതിമാരെ കണ്ടിരുന്നത്. അതൊക്കെ 13 വയസ്സ് പെൺകുട്ടികളുടെ വിവാഹപ്രായമാണ്. അതുകൊണ്ട് തുളസി പേരമ്മ ഇങ്ങോട്ട് അധികം വന്നിരുന്നുമില്ല. എന്നാൽ 8 വയസ്സുള്ള എൻ്റെ അമ്മ ജാനുവമ്മ ഏറെയും വിവാഹം വരെയും ഇവിടുത്തെ വളർന്നത്. എൻ്റെ അമ്മ വീട് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ തറവാട് വീടല്ല ഞാൻ പറയുക. മാളിയേക്ക് തറവാട് വീടാണ് എൻ്റെ അമ്മ വീടെന്നാണ് ഞാൻ എല്ലാവരോടും പറയുക. കൊച്ചിലെ മുതൽ ഞാൻ ഇവിടെയാണ് വളർന്നത്. ഒരു ചെറിയ അവധി കിട്ടി ഓടി ഞാൻ ഇങ്ങോട്ട് വരിക. ഇവിടെ വിട്ടില്ലെങ്കിൽ ഞാൻ ആകെ കരഞ്ഞ് ബഹളം വെക്കും. ഞാനും ഇന്ദു ചേച്ചിയും തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നു. ഇന്ദു ചേച്ചിക്ക് ഞാൻ വരുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പലപ്പോഴും എന്നെ കാത്ത് ഇന്ദു ചേച്ചി ഇരിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ തുളസി പേരമ്മയ്ക്ക് 3 പെൺകുട്ടികളാണ്. അതുപോലെ എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. ഇവിടെ വസന്തരാമയ്ക്കും ആദ്യം ഉണ്ടായത് ലക്ഷ്മി ചേച്ചിയാണ്. ഞങ്ങൾ പെൺകുട്ടികൾക്കിടയിൽ ആകെയുള്ള ഒരാൺ ഗോവിന്ദേട്ടൻ മാത്രമാണ്. ഞങ്ങളുടെ പൊന്നാങ്ങളെ, ആ ആങ്ങളുടെ ജീവിതം ഇങ്ങനെ നശിച്ചു പോകുന്നത് ഞങ്ങൾക്ക് സങ്കടമല്ലേ ഉണ്ടാക്കുകയുള്ളൂ. ഒന്നും കൂടാതെ ജീവിച്ചിരിക്കാനല്ലേ ഞങ്ങൾ ആഗ്രഹിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ വിചാരിച്ചാൽ ഒരുപക്ഷെ സുഭദ്രേച്ചി ചോദിച്ചത് സത്യമാണ്. പക്ഷേ അതിനപ്പുറം സുഭദ്രേച്ചി ഇവിടെ കൊണ്ടുവരേണ്ടത് എൻ്റെ ആവശ്യവുമായിരുന്നു. നിങ്ങളുടെ 2 ആളുടെയും ഒരുമിച്ചുള്ള ജീവിതം തടസ്സപ്പെടാൻ തിരിച്ചറിവില്ലാത്ത പ്രായത്തിലാണെങ്കിൽ കൂടിയും അതിലൊരു പങ്ക് എനിക്കുമുണ്ടല്ലോ എന്നോർത്തപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധം നേറി തുടങ്ങിയിട്ട് അധിക വർഷമായി. അറിവ് വെച്ചപ്പോൾ ഞാൻ ചെയ്ത തെറ്റിൻ്റെ വലിപ്പം എത്രയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തോന്നി തുടങ്ങിയപ്പോൾ കാലേറെ വൈകിയിരുന്നു. ഏടത്തി ഏട്ടനും ഏറെ നാൾ തമ്മിൽ തല്ലി ജീവിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങോട്ടുള്ള വരവ് ഞാൻ നിർത്തിയതാണ്. പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവർ ഒത്തൊരുമിച്ച് ജീവിച്ചു തുടങ്ങി. ഏട്ടന് കുട്ടിയുണ്ടാവില്ല എന്നറിഞ്ഞതോടെ സുഭദ്ര ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചില്ലല്ലോ എന്നോർത്ത് ഒരു സമാധാനമായിരുന്നു എല്ലാവർക്കും. അതുവരെ ഉണ്ടായിരുന്ന സങ്കടമെല്ലാം എല്ലാവരും മറന്നു തുടങ്ങി. ഒരിക്കൽ ഏട്ടൻ ഞങ്ങളുടെ വകയിലുള്ള ഒരു ദിനേശ് ചേട്ടനെ പൊന്നിക്കരയിലേക്ക് പറഞ്ഞു വിട്ടിരുന്നു. സുഭദ്ര ചേച്ചിക്ക് എങ്ങനെയുണ്ട്, വേറെ വിവാഹം കഴിച്ചോ എന്നൊക്കെ അറിയാനേ. അന്ന് ദിനേശ് ചേട്ടൻ പോയിട്ട് വന്നപ്പോൾ ഗോവിന്ദേട്ടന് പറഞ്ഞു അത്രേ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞെന്നും ഒരു മോനുണ്ട്. ഇതറിഞ്ഞ ഗോവിന്ദേട്ടന് ചെറിയൊരു സമാധാനമായി. തൻ്റെ കൂടെ ജീവിച്ചിരുന്ന ചേച്ചിക്ക് ഒരിക്കലും ഒരു അമ്മയാകാനുള്ള ഭാഗ്യം ഉണ്ടാകില്ലല്ലോ എന്നോർത്ത്. കേശു വല്യച്ഛനും വസുന്ധരാമയും മാത്രം
കുട്ടികളുണ്ടാവില്ല എന്ന കാര്യം വിശ്വസിച്ചതേയില്ല. അവര് അതൊട്ട് പുറമെ കാണിച്ചതുമില്ല. എങ്ങനെയെങ്കിലും കേശു വല്യച്ഛനും വസന്തരാമയും മാത്രം കുട്ടികളുണ്ടാവില്ല എന്ന കാര്യം വിശ്വസിച്ചേയില്ല. അവരതൊട്ട് പുറമെ കാണിച്ചതുമില്ല. എങ്ങനെയെങ്കിലും ഇവർ ഒത്തൊരുമിച്ച് പോവുകയാണെങ്കിൽ പോകട്ടെ എന്ന് കരുതി. സുഭദ്ര ഇതെല്ലാം കേട്ട് നല്ലൊരു അന്താളിപ്പോടെ ഇരിക്കുകയാണ്. തൻ്റെ സുഖവിവരം അന്വേഷിക്കാൻ ഗോവിന്ദേട്ടൻ ആളെ പറഞ്ഞയച്ചിരിക്കുന്നു. അയാളോടാവട്ടെ ആരോ മറ്റൊരു വിവാഹം കഴിച്ചെന്നും അതിലൊരു കുട്ടി ഉണ്ടെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് താൻ അറിയാതെ പോയ സംഭവങ്ങൾ? ഇനി താൻ എന്തെല്ലാം അറിയാനുണ്ടായിരിക്കാം? ഇപ്പം തന്നെ നന്ദിത പറഞ്ഞു കഴിഞ്ഞു. താനും ഗോവിന്ദനും തമ്മിലുള്ള ജീവിതം തടസ്സപ്പെടുത്തിയത് നന്ദിതയും കൂടി ഒരു കാരണക്കാരിയാണ്. എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ അർത്ഥം? സത്യം. അല്ല, അച്ഛനും അമ്മയും എന്താണ് അവർ ഇത് വിശ്വസിക്കാതിരുന്നത്? ഗോവിന്ദേട്ടന് കുട്ടികളുണ്ടാവില്ല എന്ന കാര്യേ? അതിന് പിന്നിൽ ചെറിയൊരു ചരിത്രമുണ്ട് സുഭദ്രേച്ചി. ഒരു മനസ്സില്ലാണ്ട് ശരീരവുമായി കഴിഞ്ഞിരുന്ന ഇന്ദു ചേച്ചിയും, അല്ല ഇന്ദുവെടുത്തിയും, ഞാൻ അങ്ങനെ വിളിക്കുന്നതായിരുന്നു ഏടത്തിക്ക് ഇഷ്ടമായി, തമ്മിൽ ഒരു അകലം വന്നു തുടങ്ങിയതും ആ സത്യം തിരിച്ചറിഞ്ഞതോടുകൂടിയാണ്. എന്ത് സത്യം? എന്ത് ചരിത്രം? പറയാം ചേച്ചി, എല്ലാം ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിത തൻ്റെ വാച്ചിലേക്ക് നോക്കി. 12 മണി കഴിഞ്ഞു. അവൾ സുഭദ്രയോടായി പറഞ്ഞു. നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഏറെ നേരം ആയില്ലേ? സമയം പോയത് അറിഞ്ഞതേയില്ല. ഗോവിന്ദേട്ടൻ ഇപ്പോൾ ഊണാണ്. ഏട്ടന് മരുന്ന് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഭക്ഷണം കൊടുക്കണ്ടേ നമുക്ക്? ഇപ്പം വീട്ടിലേക്ക് പോകാം. അത് കഴിഞ്ഞ് ഞാൻ എല്ലാം വിശദമായി പറയും. പറയാതെ എവിടെ പോകാൻ?